ഇത് ഒരു പെരുന്നാൾ അപാരതയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതും കേക്ക് കട്ട് ചെയ്തിട്ടാവാം നമ്മുടെ വീഡിയോ കേട്ടോ. ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണ് ഞാൻ. ഓക്കെ, വെൽക്കം ബാക്ക് ടു സീരിയസ് അമേസിങ് ക്രാഫ്റ്റ്. ഇതൊരു ചിയാരംപള്ളി പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വ്ളോഗ് എന്ന് പറയാം. ആ സാരി എടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ മമ്മ, അവിടെ അപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ അപ്പൻ, ആൻഡ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ ചേട്ടൻ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇപ്പോൾ എൻ്റെ അമ്മ വീട്ടിലത്തെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒന്ന് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാപ്പി പെരുന്നാൾ എന്ന് പറഞ്ഞുള്ള പാട്ടൊക്കെ പാടി സർവമായ മൂവിയും കണ്ട് ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഒരു മന്തങ്ങ പോലത്തെ ഒരു പീസ് മുറിച്ചങ്ങോട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് മമ്മ പറഞ്ഞത്, അങ്ങനെയല്ല, അങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. എന്ത് ചെയ്യാൻ, എൻ്റെ ഓരോരോ കഴിവേ. അതെന്തെങ്കിലും ആവട്ടെ, കേക്ക് ഇവിടെ ഒരു വശത്ത് മുറിച്ച് നടക്കുമ്പോൾ നമ്മളപ്പുറത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കലാണ് നമ്മുടെ അടുത്ത പണി. ഗുണ്ട് പൊട്ടിച്ച് അപ്പുറത്ത് വീട്ടുകാർ വന്ന് ചീത്ത പറഞ്ഞപ്പോഴാണ് ഗുണ്ട് പൊട്ടിക്കൽ അങ്ങോട്ട് നിർത്തിയത്. അപ്പോൾ എന്തായാലും ഇവിടെ കാറൊക്കെ കിടക്കണോണ്ട് ഇനി ഗുണ്ട് പൊട്ടിച്ചാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് പകുതി ഗുണ്ട് ഞങ്ങളുടെ പള്ളി പെരുന്നാളിന് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഓലപ്പടക്കം, മത്താപ്പ്, പൂത്തിരി അങ്ങനെ അല്ലാണ്ടായിരുന്നു. ഇത് ഫ്ലാഷാണ്. ഞാൻ മറ്റേ നീളനുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട് ഇത് കത്തിക്കാൻ നോക്കുന്നത്. അത് കത്തി തീരാന്നല്ലാണ്ട് ഫ്ലാഷ് കത്തുന്നില്ല. ഇത് പൊട്ടിത്തെറിക്കില്ല എന്നെല്ലാവരും പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ കണ്ടു നോക്ക്. കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കണ്? പൊട്ടിത്തെറിച്ചില്ലേ? ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി, ഞാൻ അങ്ങ് ഉരുകിപ്പോയിട്ടോ. ഫ്രണ്ടിലത്തെ വീട്ടുകാരൊക്കെ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. ഞാൻ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഇതിങ്ങനെ കുറേ നേരം നിന്ന് കത്തുട്ടോ. വേറെ ശബ്ദം ഉണ്ടാക്കുകയോ പൊട്ടിത്തെറിക്കൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണെങ്കിൽ കത്തിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പകുതി വീഡിയോ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് വലിയ മൂളിയാണ്, ജയൻറ്റ് മൂളി എന്ന് പറഞ്ഞിട്ടാണ് ആൾ തന്നത്. ഒരു പെട്ടിയിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പച്ച കളർ, ഇതെല്ലാവരും പൊട്ടിക്കാൻ തോന്നുന്നു. ഇതാ ഒരു സംഭവമായിരുന്നു. ഇത് എത്ര പൊട്ടിച്ചിട്ടും അങ്ങോട്ട് തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. നമ്മളിതൊക്കെ 10 മണിക്ക് മുന്നെയാണ് പൊട്ടിക്കുന്നത്. 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നായതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പിത്തിരി പോലും ഒരു 10 മണിക്ക് ശേഷം പൊട്ടിച്ചിട്ടില്ല. ഇതൊരു 9:30 നേരത്ത് പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി എൻ്റെ അപ്പൻ്റെ വരുവാണ്. എൻ്റെ അപ്പനായിരിക്കും ഇനി പൊട്ടിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ വഴിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതെന്താണ് സാധനം എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടന്ന് ഷോ കാട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. എൻ്റെ വീഡിയോ ഒന്ന് അങ്ങോട്ട് കട്ടാക്കി കളഞ്ഞു. കുഴപ്പമില്ല. ഇനി നമ്മൾ പള്ളിയുടെ സൈഡിലൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഫുൾ വൈബായിരുന്നു കേട്ടോ. ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.